കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ പുളിച്ചത്തെറികൾ മനസ്സിലോർത്ത് ചിരിച്ചു വന്നപ്പോഴാണ് വിചിത്രമായ ഒരു നിർമ്മിതി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാഴ്ചയിൽ ഫിഷ് ടാങ്ക് പോലിരിക്കുന്ന ഈ സാധനം ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആണത്രേ. മുൻവശത്തായി ഉലക്ക പോലൊരെണ്ണം കുഴിച്ചു നിർത്തിയിരിക്കുന്നത് കാണാനാകും. ഇതുവഴി കടന്നു പോകുന്ന ബസ്സുകളുടെ നമ്പർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബയോളജിയിലെ രക്തധമനികളെ കുറിച്ചുള്ള ഈ ചിത്രത്തോട് സാമ്യമുള്ള മറ്റൊരു ചിത്രം അവിടെ ഉണ്ടാകും. ടൊറന്റോ സിറ്റിയിലൂടെയുള്ള സകലമാന ബസ് റൂട്ടുകളുടെയും വിവരമാണ് ആ ചിത്രത്തിലുണ്ടാവുക. സുതാര്യത അല്പം കൂടുതലായതിനാൽ ചാരി നിന്നൊന്നു മുള്ളാനോ മുറുക്കി തുപ്പാനോ നാട്ടിലെ ചേച്ചിമാരുടെ ഫോൺ നമ്പർ എഴുതി വെക്കാനോ സാധിക്കുകയില്ല. MLA-മാർ കൈയിട്ടുവാരി തിന്ന കണക്ക് വിളിച്ചോതുന്ന ഫലകം ഒരു ബസ് സ്റ്റോപ്പിന്റെയും നെറ്റിയിൽ കാണാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മഞ്ഞുവീഴ്ചയും തണുത്ത കാറ്റിനെയും അതിജീവിക്കാനാണ് ഇത്തരം നിർമ്മിതികളെങ്കിലും അതുവഴി പോകുന്ന ഒരെണ്ണത്തിന് പോലും വിടാതെ വായി നോക്കാൻ ഈ ചില്ലുകൂട് പ്രയോജനപ്പെടുന്നുണ്ട്. തണുപ്പ് സമയത്ത് ചൂട് ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ചില പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില്ലുകൂടാരമില്ലാതെ ഈ ഉലക്ക മാത്രം കുഴിച്ചു നിർത്തിയിരിക്കുന്നതും കാണാനാകും. സരിത ചേച്ചിയുടെ സോളാറാണോ എന്നറിയില്ല. രാത്രികാലങ്ങളിൽ ഹൈ വോൾട്ടേജിൽ ഇത് കത്തുന്നുണ്ട്. മിക്ക ബസ് സ്റ്റോപ്പുകളുടെയും പ്രവേശന കവാടം അതിന്റെ അടുക്കള വശത്തുകൂടിയായിരിക്കും. യൂറോപ്പിനെ വെല്ലുന്ന വികസനവും അത്യാധുനിക രീതിയിലുള്ള നിർമ്മിതികളുമുള്ള നാടിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാകാം 4 പീസ് കണ്ണാടിയിൽ ബസ് സ്റ്റോപ്പ് പണിത് വച്ചിരിക്കുന്നു.